ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് കാലത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വല്യമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ പറയുന്നത്, ഞങ്ങൾ മുണ്ടു മുറുക്കി ഉടുത്താണ് കുടുംബത്തെ പുലർത്തിയത്, അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു എന്ന്. ഞാൻ ഇന്നത്തെ കാലത്ത്, അതായത് നമ്മുടെ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ ഉടുപ്പ് മുറുക്കി ഉടുത്ത് കുടുംബത്തിനെ പുലർത്താൻ കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങുന്ന വിധവകളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു ചേച്ചിയെ ഞാൻ കണ്ടു. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. അപ്പൊ ന്യൂജൻ ആയതുകൊണ്ടായിരിക്കും അല്ലെ ഉടുപ്പ് മുറുക്കി ഉടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഉടുപ്പ് മുറുക്കി ഉടുത്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്? കണ്ടോ? എൻ്റെ പൊന്നെ, ആ ഉടുപ്പിന് ആയുസുള്ളതുകൊണ്ട് അത് കീറിയില്ല. ശരിക്കും ഈ പെണ്ണുമ്പുള്ള വിചാരിച്ചത് ഇവിടെ നോട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലൊക്കെ വല്ല ആമസോണിലോ പൈസയൊക്കെ ഉണ്ടല്ലോ, സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ വേറെ വല്ല സൈറ്റിലോ പോയാൽ അങ്ങനത്തെ നല്ല ഡ്രസ്സ് കിട്ടും. ഇത് ആ ടീഷർട്ടിനെ ഇറുക്കി ഞെരുക്കി പിഴിഞ്ഞ് അശേലി വിരിക്കും കണക്ക് കെട്ടി വെച്ച് ബുദ്ധിമുട്ടി കാണിച്ചു കൊടുക്കുന്നു. നല്ലതാ, ആത്മാർത്ഥത നല്ലതാ. കാരണം പൈസ വാങ്ങിച്ച് പണിയെടുക്കുമ്പോൾ നമ്മൾ അത്രയും ആത്മാർത്ഥതയോടെ പണിയെടുക്കണം. എനിക്കതാണ് ഓർമ്മ വന്നത്. അപ്പം നമ്മൾ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല. ആരെക്കുറിച്ചാണ്? നമ്മളുടെ സ്വന്തം കേരളത്തിൻ്റെ രേണു സുധി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, രേണു. അപ്പം രേണു കഴിഞ്ഞ ദിവസം കുറേ വീഡിയോകളൊക്കെ ആയിട്ട് വന്നു. പല എന്താണ് ഹോട്ട് വീഡിയോസ് എന്ന് രേണുവിൻ്റെ അഭിപ്രായത്തിലുള്ള വീഡിയോകളായിട്ട് വന്നു. അപ്പം ആദ്യം നമുക്ക് രേണു നന്ദി പ്രകാശനം പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ഞാൻ ബാക്കി വെക്കുന്നില്ല, ബാക്കി ഞാൻ പറയാം. അപ്പൊ ചേച്ചിയുടെ ലിപ് വീഡിയോ വൈറലാക്കി തന്നത് ചേച്ചിയല്ലേ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞത് എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുക, അത് കാണിച്ചതാണെന്ന്. അപ്പൊ ചേച്ചിക്ക് അറിയാം ലിപ് വീഡിയോ ആണെന്ന്. ഇതിൽ ആദ്യം പറയുന്നു ലിപ് വീഡിയോ വൈറലാക്കി തന്നതിന് താങ്ക്സ് എന്ന്. പറഞ്ഞ് ആവേശം മൂത്ത് ഹൈ റേഞ്ചിൽ ഞാൻ കയറിപ്പോയി. അത് കണ്ട് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് തെറ്റ്, അത് സ്ക്രീൻ റെക്കോർഡാണ് ചെയ്തത്. അപ്പൊ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അത് പുറത്തേക്ക് ഇട്ടപ്പോൾ ഞാൻ എയറിൽ നിന്നും എയറിലോട്ട് പോയി എന്നാ ലാസ്റ്റിൽ പറഞ്ഞു വരുന്നത്. പറഞ്ഞ് ആവേശം മൂത്തു. ആദ്യം പറഞ്ഞു ഞാൻ വൈറലായി, പിന്നെ പറയുന്നു ഞാൻ എയറിൽ നിന്നും എയറിലോട്ട് പോയെന്ന്. എന്തായാലും നിങ്ങൾക്കായിരിക്കും അത് ആസ്വാദനം ഉള്ളത്, വേറെ ആർക്കും ആസ്വാദനം ഇല്ല. ഞാൻ എന്തായാലും അതിലേക്കൊക്കെ വരാം. അപ്പം നമുക്ക് ഇന്ന് രേണുവിൻ്റെ കുറച്ച് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ. പറഞ്ഞു എന്താ പറയാ, എന്തോ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കല്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് കുഴപ്പം? എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും. ആ ഉടുപ്പിനെ കണ്ട, ആ ഉടുപ്പിനെ കെട്ടി വെച്ച് പിഴിഞ്ഞ് അങ്ങോട്ട് അശയിൽ അങ്ങോട്ട് വിരിക്കുക ചേച്ചി. അല്ലാതെ പിന്നെ എന്തോ പറയാൻ. എനിക്ക് ശരിക്കും ആ ഉടുപ്പിനെ കാണുമ്പോൾ, എനിക്ക് ഈ ഉടുപ്പൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അമ്മൂമ്മമാരെ റൗക്കയാണ് ഓർമ്മ വരുന്നത്, പണ്ട് കാലത്തുള്ള. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി പോകുന്നുണ്ട്. അപ്പം രേണു സുധി പറയുന്നത് കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കടിക്കണ്ടെന്ന് പറഞ്ഞു. എടി, നിന്റെ അടുത്ത് നിന്നാണ് ആ പെണ്ണുമ്പിളെ ആരെങ്കിലും ചോദിച്ചത്? ഒരു ഫോണിന്റെ അപ്പുറം, അതായത് നിനക്ക് കാണത്തു പോലും ഇല്ല, ഇമാജിനേഷനിൽ പോലും നീ പറയുന്നുണ്ട് കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക. അല്ലാതെ അങ്ങനെ കടിക്കണമെന്നുള്ളവന്മാർ ഈ ലൈവിൽ വരണ്ട, കടക്ക് പുറത്ത് എന്നാണോ നീ പറഞ്ഞത്? നീ പറയുന്ന കേട്ടാ തോന്നും ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് നീ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കൂടി ആദ്യത്തെ രീതിയിൽ അങ്ങ് ആക്കിയതെന്ന്. എവിടെ കിടന്നാലും പേരണ്ട് പൂച്ചയെ പോലെ 4 കാലിൽ വീണ് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. എൻ്റെ പൊന്നി, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എടുത്തോണ്ട് പോയത് ഒരു കുഴപ്പമില്ല. എടുത്തോണ്ട് പോയതിൽ കുഴപ്പമില്ലെങ്കിൽ എന്തിനാ വന്ന് അതിനൊരു റിയാക്ഷൻ ചെയ്തത്? നാണം കെട്ട നാറികളെ എന്ന് വിളിച്ച് എന്തിനാ ചെയ്തത്? നിങ്ങൾക്കറിയാം അത് എടുത്തോണ്ട് പോയാലേ നിങ്ങൾക്ക് വൈറലാവാൻ പറ്റൂ. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കുതിച്ചു കയറി. ഇവർക്ക് വളരെ കുറവായിരുന്നു. ഇനി ഇവർ പാമ്പിനെ പോലെ നാക്കിട്ട് ഇടുന്ന പരിപാടി കാണിച്ചാൽ നടക്കത്തില്ല. കാരണം അത് എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. ഇനി അവർ വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഹോട്ടായിട്ട് കാണിക്കണം. അതിനാണ് ഉടുപ്പൊക്കെ എടുത്ത്, എന്തൊരു കഷ്ടപ്പാട് അമ്മച്ചിക്ക്, ഉടുപ്പൊക്കെ എടുത്ത് ചുരുട്ട് മടക്കി വെക്കുന്നത്. അങ്ങനെയെങ്കിലും കാണട്ടെ എന്ന് കരുതി. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ വീഡിയോ കാണാം. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം.
വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നേ, ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയില്ല. നിങ്ങളുണ്ടായിരുന്ന ലൈവില്. കസിൻസ് ഒക്കെ പറയുന്നു എന്താ രേണു കാണിച്ചേ. അപ്പൊ രേണു ഞാൻ ഇത്രയല്ലേ കാണിച്ചുള്ളൂ. അത് എവിടത്തെ കസിനാടെ ഇത്ര ഹോട്ടായിട്ട് ചോദിക്കുന്നത്? കസിൻസ് ചോദിച്ചു കാണും എന്തോന്നാടി കാണിച്ചത്, കുടുംബത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ, നീ വീട്ടിൽ കയറിയാൽ നിന്റെ കുറുമുട്ട തല്ലി ഒടിക്കുമെന്ന്. അല്ലാതെ ഇത്ര ഹോട്ടായിട്ട് ഇത്രയല്ലേ ഞാൻ കാണിച്ചുള്ളൂ. അപ്പം നിനക്ക് കസിൻസിൻ്റെ അടുത്ത് പറയാൻ അറിയാം ഇത്രയും നീ കാണിച്ചുള്ളൂ എന്ന്. പിന്നെ നീ എന്തിനാ ചുണ്ട് പൊട്ടി ഇരിക്കുന്നതാ കാണിച്ചതെന്ന് പറയുന്നത്? നീ എൻ്റെ കസിൻസിനോട് പറയണം ഞാൻ വൃത്തിയോടൊന്നും കാണിച്ചില്ലല്ലോ, എൻ്റെ ചുണ്ട് പൊട്ടി ഇരിക്കുന്നതല്ലേ കാണിച്ചത്, അത് സബ്സ്ക്രിപ്ഷനിലായതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാന്ന് പറയണം. അല്ലാതെ അവർ ചോദിക്കുമ്പോൾ നിനക്കറിയാം അപ്പം നീ അത്ര കാണിച്ചതാണെന്ന്. അല്ല നീയല്ലേ പറഞ്ഞത് നിന്റെ ബന്ധക്കാരും സ്വന്തക്കാരും നിന്റെ വീട്ടുകാരും എല്ലാവരും നിനക്ക് സപ്പോർട്ടാണെന്ന്. അപ്പം സപ്പോർട്ട് കുറഞ്ഞു തുടങ്ങി ബന്ധക്കാരടുത്തുനിന്ന്. ആ കഷ്ടപ്പാട് കണ്ടായിരുന്നോ നിങ്ങൾ? ഉടുപ്പ് ഞാൻ വീണ്ടും പറയുന്നു, ചേച്ചി എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അമ്മച്ചിയെ കൊണ്ട് പറ്റുന്നില്ല. ആദ്യം ആ നിക്കറിനൊരു വള്ളി വാങ്ങിച്ച് നീ ഒന്ന് കെട്ട്, അതിൻ്റെ വള്ളിയൊക്കെ പോയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാമേ, അതിൽ നല്ല മുട്ടൻ ചീത്ത വിളിയാണ്. ഉടനെ ഈ ലൈവ് ഇറങ്ങും, എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മനസ്സിലായി മൈരാണ്. ചേച്ചി നല്ല തെറി അതിനകത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, അത് എപ്പോഴും വിളിക്കുന്ന തെറിയാണ്. അങ്ങനെ അത്ര ഇതുള്ളെങ്കിൽ എന്തിനാണ് വന്നിരുന്ന് ആ റിയാക്ഷൻ വീഡിയോ ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഞാൻ ഈ പെണ്ണുപിളയെ കുറിച്ച് കുറച്ച് പറയാം. ഈ മൃഗങ്ങൾ, പശു, പോത്ത് അതുപോലുള്ള മൃഗങ്ങൾ നാക്കിട്ട്, ഞാനത് ഒരു സ്ത്രീയെ അത്രത്തോളം അധപ്പതിക്കുന്ന രീതിയിൽ ഉപമിക്കേണ്ടെന്ന് കരുതി മാത്രമാണ് ഞാനത് പറയുന്നത്. ആ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാത്തത്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കാണിക്കുന്നത്, ഉപമിക്കുന്നത്. അപ്പം അത് കാണിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. ആ മൃഗങ്ങൾ നാക്കിട്ട് അവരുടെ ശരീരത്തിലുള്ള പ്രാണികളെ ദേഹമൊക്കെ വൃത്തിയാക്കുന്ന രീതിയിൽ നീ ഇങ്ങനെ നാക്കിട്ട് പാമ്പ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു നീ ആര് നാഗകന്യകയെന്ന് ഞാൻ ചോദിച്ചു. പാമ്പ് എരയെ പിടിക്കും കണക്ക് നാക്കിട്ട് നീ കാണിക്കുമ്പോൾ നീ വിചാരിക്കും നിന്റെ സബ്സ്ക്രിപ്ഷനിലുള്ളവന്മാർ അത്രയും അത് കണ്ട് ഓർഗാസത്തിലെത്തുമെന്ന്. പക്ഷേ ആ പ്രവൃത്തി ഞങ്ങൾ സാധാരണക്കാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഓർക്കാനം എന്നുള്ള വികാരമാണ് തോന്നുന്നത്. അതിലുള്ള സകലമായ എണ്ണത്തിനും അത് തന്നെയാണ് തോന്നുന്നത്. കാരണം ഒറ്റ ഒരു എണ്ണത്തിന് അതിന് വികാരം തോന്നിയിട്ടില്ല. പല ആൾക്കാരും പറയുന്നു ലൈംഗിക ചേഷ്ടകൾ, ഒരു ലൈംഗിക ചേഷ്ട അതിലില്ല. കാരണം ഇതുപോലുള്ളത് കാണിക്കുമ്പോൾ നമ്മൾ അയ്യേ എന്ന് പറഞ്ഞ് പോകുന്നത് ഒരു തരം നമുക്ക് അതൊരു ലൈംഗിക ചേഷ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അയ്യേന്ന് പോവും. ഇത് അയ്യേ എന്ന് പറഞ്ഞു പോയത് ഓർക്കാനം വരുന്നത് തന്നെയാണ്. ഒരു തരത്തിലുള്ള വികാരവും വിചാരവും തോന്നിയില്ല. സാധാരണ ഈ പെണ്ണുപിള്ള സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, 18 വയസ്സിന് മേലുള്ള കുട്ടികൾ അത് കാണരുത്, വഴി തെറ്റും. ഞാൻ ഇന്ന് പറയുന്നു ഒരു വഴിയും തെറ്റത്തില്ല. കാരണം ഇത് കണ്ട് എന്ത് വഴി തെറ്റാൻ? വഴി തെറ്റണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ? ഒരു തേങ്ങയും തോന്നത്തില്ല ഈ പെണ്ണുപിള്ള കാണിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ആസ്വദിച്ചു എന്ന് പറയുന്നത് ഇത്തരം വൃത്തികെട്ട തരം താഴ്ന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ആസ്വദിക്കുവാണെങ്കിൽ നീ എന്തും ആസ്വദിക്കും. കേരളത്തിൽ നിനക്കാണ് ലൈംഗിക ദാരിദ്ര്യം, വേറെ ആർക്കും അല്ല. കാരണം ആസ്വദിച്ചു എന്ന് പറഞ്ഞത് നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഉള്ള എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരെ കണ്ടപ്പോൾ അവരെ ആരും പറഞ്ഞിട്ടില്ല അവർ ആസ്വദിച്ചു എന്ന്. അപ്പം നീ മാത്രം സ്വന്തമായിട്ട് ആസ്വദിച്ചു, ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും. വയസ്സായില്ലേ ഇനി, അയ്യോ ആസ്വദിച്ചു എന്ന് നീ 10 പ്രാവശ്യം വരുമ്പോൾ നിനക്ക് അതുപോലെ തോന്നുമായിരിക്കും. വീണ്ടും നാക്കിട്ട് കാണിക്കുന്നുണ്ട് ഈ സ്ത്രീ. ഇനി നാക്കിട്ട് കാണിച്ച് അതിനി ഏക്കത്തില്ല, അതിനെക്കാട്ടി മേളിൽ കാണിക്കണം. മനസ്സിലായ? ഇവർക്ക് ആ മേളിൽ കാണിക്കാനുള്ളൊരു കോൺഫിഡൻ്റ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് വയ്യ, ഞാൻ ലൈവ് വരുന്നില്ല, ഉഷാറല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദി പറയാനാണ് വന്നത്. കാരണം ആ വീഡിയോ വൈറലാക്കിയതിന് അല്ലെങ്കിൽ ഏറിപ്പോയതിനൊക്കെ നന്ദി പറയാനാണ്. ഇവരെ കൊണ്ടത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൻ്റെ അകത്തല്ലേ ഈ റൂം തുറക്കുമ്പോൾ വീട്ടുകാരെയല്ലേ കാണുന്നത്? ആ രേണുവിൻ്റെ അച്ഛനെ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ മുന്നേ നമ്മുടെ ആ ഒരു ഇവളുടെ മാനേജറിനെ വിളിച്ച ആ ചേച്ചി, അവർ വിളിച്ചപ്പോൾ ആ അച്ഛൻ ഒരക്ഷരം പോലും പറയാത്ത അവർക്ക് എന്ത് തോന്നാനാണ്? ഒന്നും തോന്നൂല.
ആ അച്ഛൻ ഇതിനെതിരാണ്, അമ്മ ഇതിനെതിരാണ്, അവരുടെ മൂത്ത മകനെ പോലെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരി, നമുക്ക് ചോദിക്കാം, അവരുടെയൊക്കെ ഫ്രണ്ടിലല്ലേ ഇറങ്ങുന്നതെന്ന്. ഒരു കുഴപ്പവും കാണത്തില്ല. അവർക്ക് പൈസ ഇങ്ങനെ ചൂടോടെ കിട്ടിയാൽ മതിയായിരിക്കും. അതുകൊണ്ടല്ലേ അവരത്ര ധൈര്യത്തിൽ അവിടെ ഇരുന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ അച്ഛൻ ആ കടയിൽ പോകുമ്പോൾ ആരെങ്കിലും പറയാതിരിക്കോ ഇത്തരം കാര്യങ്ങൾ? ആ അച്ഛൻ പറയില്ലേ ഈ വീട്ടിൽ ഇത് കാണിക്കാൻ പറ്റത്തില്ലെന്ന്? പലരും പറയുന്നുണ്ട്, ഇറക്കി വിടും എന്നുള്ളതും. ആ അച്ഛൻ വന്ന് ഇന്റർവ്യൂ കൊടുത്ത ഇവളെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ അച്ഛനെ അമ്മ അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു ഇന്റർവ്യൂ കൊടുത്ത അവിടെ തീരില്ലേ ഇവള്? അപ്പൊ അവരെല്ലാവരും ഇതിന് സപ്പോർട്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ചേഷ്ടകൾ പോലും അവരായിരിക്കും ആസ്വദിക്കുന്നത്, പിന്നും അല്ലാതെ നാട്ടുകാരും ആസ്വദിക്കത്തില്ല. ഇനി ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ മരമൊണ്ണകൾ വന്നിട്ടുണ്ട്. പഴയ മരമൊണ്ണകൾ തന്നെയാണ് അത്. മറ്റേ പഴയ വീഞ്ഞ് പുതിയ പാത്രത്തിൽ എന്ന് പറയും പോലെ പഴയ ആൾക്കാർ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇപ്പോഴത്തെ ആമ്പിള്ളേരെ മുൾമുനയിൽ നിർത്താൻ പറ്റിയ കണ്ടന്റുകൾ അതിനകത്തുണ്ടാവും. അപ്പൊ നിഷ ഇടുക്കി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സബ്സ്ക്രിപ്ഷനിൽ ഒരു 290 അടച്ചോ, ഒരിക്കലും നഷ്ടപ്പെടൂല. ഇതാരെന്നറിയാമോ? ഇവനെന്തോ പൈനാപ്പിൾ അണ്ണെന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പൈനാപ്പിൾ ആണെന്നും പറയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പൈനാപ്പിൾ, ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. നീ മാങ്ങാണ്ടി മോറൻ, അതേ നിനക്ക് ചേരുന്നുള്ളൂ. ഈ മാങ്ങാണ്ടി മോറൻ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാൻ പോലും അറിയത്തില്ല. എന്താണ് സബ്സ്ക്രിപ്ഷൻ? തുടങ്ങിക്കണം. നിന്റെ കൂടെ നിൽക്കുന്ന ആ അമ്മച്ചിയെ കൊണ്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കണം. എത്ര രൂപ? 299 രൂപ. ഈ സബ്സ്റ്റേഷൻ തുടങ്ങുമ്പം ഒരു പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തുടങ്ങണം സബ്സ്റ്റേഷൻ. അപ്പൊ അവർക്ക് കുറച്ച് ജോലി എളുപ്പമായിരിക്കും വന്നങ്ങ് പിടിക്കാൻ. ഈ അമ്മച്ചിയൊക്കെ 290 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുമോ? എനിക്കറിയില്ല. പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന പൈസ രാത്രി ഇവരെ പോലുള്ളവർ തുടങ്ങിയാൽ മതിയോ? ആ രേണു തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കണ്ട് ഇൻസ്പയർഡായി ഒത്തിരി പേര് വരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ കൊച്ചു പെൺകുട്ടികൾ വരും എന്നാണ് ഉദ്ദേശിച്ചത്. അതിൽ മറ്റേ ഒരു അപരാന്നും പറഞ്ഞ് നടക്കുന്ന ആ പെൺകൊച്ചു തുടങ്ങുമായിരിക്കും. പക്ഷെ തുടങ്ങണത് അത്രയും അമ്മച്ചിമാരാണ്. കാരണം അവളൊരു അമ്മച്ചിയാണ്, അവൾ അത്രയ്ക്ക് വയസ്സായി. അപ്പൊ പിന്നെ അവർക്ക് തോന്നും ഇത്രയും വയസ്സായി അവൾക്ക് തുടങ്ങാൻ ഞങ്ങൾക്ക് തുടങ്ങിക്കൂടെയെന്ന്. ഈ പെണ്ണുപിള്ളേക്ക് എന്ത് കാണിക്കാനാണ്? പിന്നെ ഈ പെണ്ണുപിള്ളെ അറിയപ്പെടുന്നത് എന്തോ കേരളത്തിലെ തമനയോ? ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവളെ താപ്പാന എന്നാണ് പറയേണ്ടത്. തമന എന്നല്ല, താപ്പാന. അങ്ങനെയാണ് ഇരിക്കണം. ഇനി ബോഡി ഷെയ്മിങ് എന്നും പറഞ്ഞ് ഒരൊറ്റൊരെണ്ണം വരരുത്. കാരണം ഇവരെ യൂണിവേഴ്സിലുള്ള എല്ലാത്തിനും സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാൻ അറിയത്തില്ല, സബ്സ്റ്റേഷൻ. അതുപോലെ താപ്പാന എന്ന് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും തമന എന്ന് പറയുന്നത്. തമന അറിയാത്തത് കൊണ്ട് ഈ പെണ്ണുമ്പുള്ള ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു ഈ അമ്മച്ചി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു തമന എവിടെ മുഖം ഒഴിച്ച് താഴോട്ട് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരു തമന എന്ന്. ഇനി ഇവനാണ് ഈ അമ്മച്ചിയെ പണ്ട്, ഞാൻ എപ്പോഴും പറയും പോലെ ഞാൻ നാട്ടിൻപുറത്തുള്ള ഒരാളാണ്. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പോയപ്പോൾ പണ്ട് വയലുകളുണ്ട്. ഇന്ന് വയലുകളെല്ലാം നിരത്തി അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ വന്നു. അപ്പം ഞാനിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ അതുവഴി പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെയൊക്കെ പണ്ട് വയലായിരുന്നല്ലോ എന്ന്. അവിടെ ഞാൻ കാണുന്ന കാഴ്ചകളുണ്ട്. എന്താണെന്നറിയാമോ? പോത്തിനെ കൊണ്ടിട്ട് വയലിൽ വെള്ളം കയറുമ്പോൾ ഇട്ട് കുളിപ്പിക്കും. അതുപോലെ ഈ അമ്മച്ചിയെ ഒരു തോട്ടിൽ കൊണ്ടിട്ട് തൊണ്ടുവിട്ട് തേച്ച് കഴുകി കുളിപ്പിക്കുന്ന ഒരു ഇത് കണ്ടെന്തരാ മസാജ് എന്നും പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോത്തിനെ കുളിപ്പിക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കാം കേട്ടാ കാണാനായിട്ട്. ഇതേ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു മസാജ് എന്നും പറഞ്ഞു ചെന്ന് ഈ പെൺപിള്ളേരെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? അല്ലെങ്കിൽ അവർക്കൊന്നും ഈ പുറം ലോകമായിട്ട് ഒരു ബന്ധം കാണത്തില്ലേ? കാട്ടിൻ്റെ അകത്താണ് ഇവരൊക്കെ താമസിക്കുന്നത്. ആരും ഒന്നും പറയില്ല. ഇവർ റോഡിൽ വെച്ച് കാണുന്ന ആരും ഒന്നും പറയത്തില്ലേ? എനിക്ക് മനസ്സിലാവണില്ല. ഇനി വേറൊരു സാമാനമുണ്ട്, നമുക്ക് അവനെയും കൂടെ കേൾക്കാം. ഒരാൾ ലൈവിൽ വന്നപ്പോൾ ജസ്റ്റ് ഈ ചുണ്ടും മുറിഞ്ഞേക്കണ കണ്ടോ എന്നൊന്ന് ലൈവിൽ കാണിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. ലൈവ് ചെയ്യുന്നവര് അവരുണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യം വരെ ലൈവിൽ കാണിക്കാറുണ്ട്. ഈ രേണുസുതി എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് എല്ലാവരും കയറുന്നത്? വളരെ മോശമായൊരു കാര്യമാണ്. ആ കുട്ടിയുടെ ചുണ്ടൊന്നും മുറിഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും കുറേ അവന്മാർ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ റീച്ചിന് വേണ്ടി അവരുടെ റിയാക്ഷൻ വീഡിയോ ഭയങ്കര കത്താൻ വേണ്ടി കൊണ്ടിട്ടിട്ട് കൊടുത്തു. ആ കുട്ടി എന്ത് തെറ്റ്? ആ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല. ആ കുട്ടിയാണ് കേരളത്തിൽ ഏക ശരി ചെയ്യുന്ന വ്യക്തി. ലൈവിൽ ഒന്ന് ചുണ്ട് മുറിഞ്ഞത് കാണിച്ചു. അങ്ങനെയാണോ കാണിച്ചത്? നീ അങ്ങനെയാണോ അവിടെ കണ്ടത്? അതുകൊണ്ടായിരിക്കും നിനക്ക് തോന്നിയത്. ആൾക്കാർ സബ്സ്ക്രിപ്ഷനിൽ ഫുഡ് ഉണ്ടാക്കുന്നത് വരെ കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നിന്റെ രേണു ചേച്ചി കക്കൂസി പോണത് എടുത്ത് കാണിക്കാൻ പറയടാ. അത് നീ സാധാരണ പോലെയല്ലേ പറയുള്ളൂ. ദേഷ്യം വരുന്നു ചോദിക്കുന്ന കാണുമ്പോൾ.
എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ ടോയ്ലറ്റിൽ പോണതും ഒക്കെ എടുത്തു വെച്ച് കാണിക്കോ? ഓ, ചുണ്ട് മുറിഞ്ഞത് കാണിച്ചു, അപ്പോൾ അതെന്തോ അത് എഡിറ്റ് ചെയ്തിട്ടു. എൻ്റെ പൊന്നു മിടുക്ക, ഈ മിടുക്കിന്റെ ഒരു 2% മതി നീ വീട്ടിൽ പണി ചെയ്ത് ആഹാരം കൊണ്ട് കൊടുക്കാൻ, കേട്ടാ. അതിനെ എഡിറ്റ് ചെയ്ത് കാണിച്ചു. എഡിറ്റ് ചെയ്ത് കാണിച്ചെങ്കിൽ ഇത്രയും വൃത്തികേടുകൾ കാണണ്ടായിരുന്നെന്നാണ് ഞാൻ ചിന്തിച്ചത്. അത് എഡിറ്റ് ചെയ്യാതെ ഇട്ട് ബുദ്ധിപരമായിട്ട് ഇട്ടത് കൊണ്ട് അവൾ കാണിച്ച അത്രയും വൃത്തികേടുകൾ, അതായത് ഓർക്കാനും വരുന്ന വൃത്തികേടുകൾ കാണാൻ പറ്റി. പിന്നെ ഇവൻ പറഞ്ഞ് നടക്കുന്നത് ബിഗ് ബോസിൽ കയറാൻ. എൻ്റെ പൊന്ന് ബിഗ് ബോസെ, ബിഗ് ബോസ് കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ എന്തെങ്കിലും കാണുമെങ്കിൽ ദയവ് ചെയ്ത് ഇവനെ വിളിക്കരുത്. ഇവനെ വിളിക്കാതിരുന്നാൽ ഇവ ഒഴിഞ്ഞു പൊക്കോളും. ഇവൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവനെ മറ്റേ താടിയും മുടിയും വെട്ടണ രേണു വന്ന് മെസ്സേജ് ഇടണം. അവസാനം അവള് ചെന്ന് മെസ്സേജ് ഇട്ട്. ഇവൻ വെട്ടിയില്ല, താടിയും വെട്ടിയില്ല, മുടിയും വെട്ടിയില്ല. ഭാര്യ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഏതെങ്കിലും രേണു സുതി പറഞ്ഞാൽ വെട്ടും. നീ വെട്ടി കാണിക്കടാ. അടിച്ച് നനച്ച് കുളിക്കാതെ വന്ന് നിന്ന് പ്രാന്തനെ പോലെ ഓരോ കാര്യങ്ങൾ പറയും. ഇവനെയൊക്കെ 2 അടി കൊടുത്ത് പറഞ്ഞു വിടണം. ഈ റോഡിൽ പോലീസുകാർ ലൈവായിട്ട് അടി കൊടുത്ത് കാണണം. അതാണ് കാണേണ്ടത്. കുറെ അമ്മച്ചിമാരെ പിടിച്ചുകൊണ്ട് വന്ന് അവന്റെ വീട്ടിലുള്ള മാവിലെയും പ്ലാവിലെയും ചക്ക ഫുള്ളി എടുത്തു വെച്ച് പറപ്പിച്ചിട്ട് അവരെ വിടും. ആ അമ്മച്ചിയൊന്നും കാണാൻ പോലുമില്ല, കിടപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആണുങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. രേണുവിന്റെ ആ വീഡിയോ കണ്ടിട്ട് കുറെ എണ്ണം സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ കുറെ ആണുങ്ങൾ എതിർക്കുന്നുമുണ്ട് അത്തരം കാര്യങ്ങൾ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ആ ഒരു ഫാമിലി വ്ലോഗിലുള്ള ആ കുട്ടി വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാവരും എടുത്തു വെച്ച് ചെയ്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്തത്, വീഡിയോക്ക് ലെങ്ത് ആയി പോകുന്നു കരുതി. ആ കുട്ടിയൊക്കെ അത്രയ്ക്ക് സഹികെട്ടാണ് വന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ വരണം, ഇങ്ങനെ ഇരുന്നങ്ങ് പറയണം. എവൾ ഇനി എന്ത് കാണിക്കും? ഇനി ഞാൻ പറഞ്ഞതുപോലെ നാക്കിട്ടുള്ള അഭ്യാസം ഇനി പോകത്തില്ല. അപ്പൊ ഇനി അവൾ എന്ത് കാണിക്കും? കുറെ വയറ് മാത്രം കാണിക്കും. അതും പോകത്തില്ല 1 മാസം കഴിയുമ്പോൾ. കാരണം വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും കുറച്ച് ഹോട്ടായിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ കാണിച്ചാൽ എവൾ അവിടെ തീരും. അതുകൊണ്ടാണല്ലോ എവള് കാണിച്ച കാര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടാണല്ലോ സബ്സ്ക്രിപ്ഷനിൽ ആളുകൾ കുറഞ്ഞത്. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് കാണിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അത് അത്രയും സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഹൈപ്പ് ബട്ടൺ കാണത്തില്ല. ഹൈപ്പ് ബട്ടൺ ഉള്ള സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോഴും ഹൈപ്പ് ഒന്ന് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.